ഒരിക്കൽ മരണവും ന്യായവിധിയും ദൈവം നിശ്ചയിച്ചു. ദൈവ മുൻപിൽ നിൽക്കുമ്പോൾ നീ മറുപടി പറയേണ്ടതുണ്ട്. ദൈവ മുൻപിൽ നിൽക്കുമ്പോൾ നീ മറുപടി പറയേണ്ടതുണ്ട്. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് 36 സങ്കീർത്തനത്തിന്റെ 5 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. നിന്റെ നീതി ദിവ്യ പർവ്വതങ്ങളെപ്പോലെയും നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെപ്പോലെയുമാകുന്നു. യഹോവേ, നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശത്തെ ഞങ്ങൾ പ്രകാശം കാണുന്നു. ആമേൻ. സ്തോത്രം. യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം ഭയങ്കര. ദൈവമക്കളെ, യഹോവേ, നിന്റെ ദയ ആകാശത്തോളം നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. നിന്റെ നീതി ദിവ്യ പർവ്വതങ്ങളെപ്പോലെയും നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെപ്പോലെയും ആകുന്നു. അതെ, ന്യായവിധിയുടെ ഈ കാലങ്ങളിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാമെന്നല്ല, നമ്മൾ ഒരുങ്ങുക. ന്യായവിധിക്ക് മുമ്പിൽ നമ്മളെല്ലാവരും ഒരിക്കൽ നിൽക്കേണ്ടി വരും. ദൈവമക്കളെ, അന്ന് ഞാനത് അറിഞ്ഞില്ല, കേട്ടില്ല എന്നൊന്നും നമുക്ക് പറയാനാവില്ലല്ലോ. എൻ്റെ കർത്താവ് തൻ്റെ പ്രവാചകന്മാരെ അയച്ച് യഹോവയ്ക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ, അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം അരുളപ്പാട് നമുക്ക് തരുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആമേൻ. കേട്ട വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരട്ടെ. നിന്റെ നീതി ദിവ്യ പർവ്വതങ്ങളെപ്പോലെയും നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെപ്പോലെയും ആകുന്നു. യഹോവേ, നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. ദൈവമേ, നിന്റെ ദയ അത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അതെ, സത്യമല്ലേ? ആ ചിറക് നമുക്ക് എല്ലാവർക്കും വേണ്ടി നീട്ടി തന്നിരിക്കുകയല്ലേ? ദൈവത്തിന് സ്തോത്രം. ആ ചിറകിൻ മറവിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അത് മാത്രമാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. അതെ, സത്യമല്ലേ? ആലയത്തിലെ പുഷ്ടി അതാണ് അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നത്. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ആമേൻ. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. അതാണ് ഇന്ന് നമ്മളെല്ലാവരും ഈ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, അവിടുത്തെ ദയ, അവിടുത്തെ വിശ്വസ്തത, അവിടുത്തെ നീതി പിതാവേ, അടിയങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ഞങ്ങളോട് കാണിച്ച ഔദാര്യത്തെ ഓർത്തു സ്തോത്രം. അവിടുത്തെ ദയ മാത്രമാണ് കർത്താവേ ഇപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകുന്നത്. എൻ്റെ കർത്താവേ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞങ്ങളെ അറിഞ്ഞ പൊന്നു തമ്പുരാനെ, തലമുറയായിട്ട് കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം കർത്താവ് മുമ്പോട്ട് പോകുവാൻ, എൻ്റെ കർത്താവിൻ്റെ ദയക്കുള്ളിൽ ഇരുന്നു കൊണ്ട് അങ്ങ് നല്ലവനെന്ന് പാടി വാഴ്ത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.